Hello, my dear champions! എല്ലാവർക്കും വേദാന്തുവിന്റെ മലയാളം ചാനലിലേക്ക് ഒരിക്കൽ കൂടി സുസ്വാഗതം. എല്ലാവരും സൂപ്പർ ഡൂപ്പർ എനർജറ്റിക് ആണ്, എല്ലാവരും സൂപ്പർ ഡൂപ്പർ സുഖമായിട്ടിരിക്കണു എന്ന് വിചാരിക്കുന്നു. അതിനൊപ്പം എനിക്ക് പറയാനുള്ള ഒരു കാര്യം, എല്ലാ ക്ലാസ്സിലും ഞാനത് പറയുന്നുണ്ട്. ഓക്കെ, ഓൾവേസ് ബി മോട്ടിവേറ്റഡ് to see the end of this journey. Okay, അതായത് ഇത് കഴിയുന്നത് വരെയും ആ ഒരു സെൽഫ് മോട്ടിവേഷൻ ക്യാരി ചെയ്യണം my dear students. It's very very important. കാര്യം അത് നിങ്ങൾ പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് എനിക്കറിയാം. കാര്യം ഞാനും ഈ ഒരു ജേർണി കഴിഞ്ഞ് വന്ന ഒരാളാണ്, ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് ഒക്കെ കഴിഞ്ഞ് വന്ന ഒരാളാണ്. അപ്പൊ എനിക്കറിയാം എപ്പോഴെങ്കിലും നിങ്ങളുടെ ഈ പ്രിപ്പറേഷൻ ജേർണിയിൽ ദാറ്റ് യു വുഡ് ബി ഡീമോട്ടിവേറ്റഡ്. ആ ഒരു ഡീമോട്ടിവേഷൻ വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വെറുതെ ഒന്ന് കണ്ണടച്ചിട്ട് ഈ എക്സാംസ് ഞാൻ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എവിടെ എത്തും എന്നുള്ളത് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക, ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കുക. എവിടെയാണ് എത്താൻ പോകുന്നത്? ഇൻ ഇന്ത്യാസ് ഫൈനസ്റ്റ് കോളേജസ്. എൻ്റെ ഒരു 4 കൊല്ലം അല്ലെങ്കിൽ എൻ്റെ ഒരു 5 കൊല്ലം, ഈ ഒരു 2 കൊല്ലം അല്ലെങ്കിൽ 1 കൊല്ലം മര്യാദയ്ക്ക് വർക്ക് ചെയ്താൽ ഇനി അങ്ങോട്ടുള്ള ഒരു 4-5 കൊല്ലം അല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ജീവിതം ആകെ മാറി മറയും എന്നുള്ളത് ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. ജസ്റ്റ് ഇമാജിൻ ദാറ്റ്. അപ്പൊ ഒരു ലക്ഷ്യബോധം ഉണ്ടാവും. യു വുഡ് ഗെറ്റ് എ ക്ലാരിറ്റി ആൻഡ് ദെൻ ജനറേറ്റ് ദ മോട്ടിവേഷൻ. അവിടെ നിന്ന് ആ മോട്ടിവേഷൻ വരും, പിന്നെ അങ്ങോട്ട് തനിയെ വന്നോളും. അപ്പൊ ആ ലക്ഷ്യസ്ഥാനം എന്താണെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇഫ് യു അണ്ടർസ്റ്റാൻഡ് ദ പർപ്പസ് ഓഫ് ദീസ് എക്സാമിനേഷൻസ്, കാര്യങ്ങളൊക്കെ വളരെ സിമ്പിൾ ആവും മക്കളെ. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, കൂൾ. സോ എല്ലാരും പേപ്പറും പെന്നൊക്കെ എടുത്തു വെച്ചോ. ഇന്ന് നമുക്ക് വളരെ അടിപൊളി ഒരു ടോപ്പിക്കാണ്, വളരെ രസകരമായിട്ടുള്ള, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, വളരെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ടോപ്പിക്കാണ് മക്കളെ ഇന്ന് വരുന്നത്. പക്ഷെ അതിനു മുമ്പ് കുറച്ച് പേരെങ്കിലും നോക്കുന്നുണ്ടാവും, സാറ് ആരാണ് സാറ് ഇതുവരെ സാറിന്റെ പേരൊന്നും പറഞ്ഞില്ല. കുറച്ചുപേര് പുതിയതാന്ന് എനിക്കറിയാം, അതുകൊണ്ട് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം മൈ ഡിയർ സ്റ്റുഡൻസ്. എന്റെ പേര് സുദർശൻ, നാട്ടിൽ കൊച്ചിയിലാണ്, ആലുവയിലാണ് പഠിച്ചതും വളർന്നതും. സ്കൂളിലൊക്കെ അവിടെയായിരുന്നു, സ്കൂളിംഗ് ഒക്കെ കൊച്ചിയിലും ആലുവയിലും ആയിരുന്നു. പക്ഷെ കോളേജ് ഇന്ത്യയിലെ തന്നെ നമ്പർ 1 കോളേജായ ബിറ്റ്സ് പിലാനിയിലായിരുന്നു, എഞ്ചിനീയറിംഗ് കോളേജ്. എന്നെ കുറിച്ച് കൂടുതൽ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് വീഡിയോനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ കുറച്ച് പേരെങ്കിലും പുതിയതാണെന്നറിയാം. നമ്മുടെ ഓൾറെഡി കുറെ വീഡിയോസ് കഴിഞ്ഞു, ബയോളജിയിലും കെമിസ്ട്രിയിലുമായിട്ട് കുറെ ചാപ്റ്റേഴ്സ്, കുറെ വീഡിയോസ്, കുറെ ലെക്ചേഴ്സ് കഴിഞ്ഞു. ഫോർ എക്സാമ്പിൾ ഞാൻ തന്നെ കെമിക്കൽ കൈനറ്റിക്സ് കഴിഞ്ഞു, അവിടെ അപ്പുറത്ത് ഹെമിൻ സാറിന്റെ റിഡോക്സ് റിയാക്ഷൻസ് കഴിഞ്ഞു ഓൾമോസ്റ്റ്, അല്ലെ? അപ്പൊ നിങ്ങൾ എന്തായാലും ഈ വീഡിയോസ് ഒക്കെ കാണാൻ മറക്കരുത്. വെദർ യു ഗൈസ് ആർ ഇൻ 11th or 12th. 11th സ്റ്റുഡൻസ് ഒബ്വിയസ്ലി 12th വീഡിയോസ് കാണണം എന്നല്ല ഞാൻ പറയുന്നത്. 12th സ്റ്റുഡൻസ് ആണെങ്കിൽ എന്തായാലും നിങ്ങൾ രണ്ടും കാണുക. കാര്യം നിങ്ങൾ എന്തായാലും രണ്ടും ഉപയോഗം വരും നിങ്ങൾക്ക്. വിത്തിൻ മന്ത്സ്, വിത്തിൻ 6-7 മാസം കഴിഞ്ഞ് എക്സാം തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും വരും, രണ്ടിന്റെയും യൂസ് വരും. സോ പ്ലീസ് വാച്ച് ബോത്ത് ദ വീഡിയോസ്. അതിപ്പോ 11th കണ്ടന്റ് ആയാലും ശരി, 12th കണ്ടന്റ് ആയാലും ശരി. കാര്യം കുറെ ട്രിക്സും ടെക്നീക്സും തിയറീസും നമ്മൾ ഇൻഡെപ്ത് പോകുന്നുണ്ട് ഈ ഒരു ചാനലിൽ കൂടെ. ഓക്കെ, വിച്ച് യു മൈറ്റ് നോട്ട് ഫൈൻഡ് ഇൻ മെനി അതർ പ്ലേസസ്. ഓക്കെ, ആ ഒരു അഷുറൻസ് ഞാൻ തരാം. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, സോ എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. സോ ബിഫോർ വി ഗെറ്റ് ഇൻ ടു ഫർദർ ഡിസ്കഷൻസ്, ബിഫോർ വി ഗെറ്റ് ഇൻ ടു ദ ടോപ്പിക്, എനിക്ക് നിങ്ങളെ കൊണ്ടൊരു കാര്യം ചെയ്യിക്കാനുള്ളത്, ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, സബ്സ്ക്രൈബ് അടിക്കുക. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, മറക്കരുത് മക്കളെ. കാര്യം നമ്മളൊരു ഫാമിലിയാണ്, വി ആർ എ ഫാമിലി. സോ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ഡിയർ ചാമ്പ്യൻസ്. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. കാര്യം നമ്മളൊരു ഫാമിലിയാണ്. നമ്മുടെ ഗ്രോത്ത് നമ്മൾ തന്നെ നോക്കണ്ടേ മക്കളെ? നമ്മുടെ ഗ്രോത്ത് നമ്മൾ തന്നെ നോക്കണ്ടേ മക്കളെ? വളരെയധികം ഇമ്പോർട്ടന്റ് അല്ലേ മക്കളെ നമ്മുടെ ഗ്രോത്ത്? അതായത് കേരളം ഒട്ടാകെ ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്, ഉള്ള 11th 12th സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചാനൽ ഇറക്കുന്നത്. അതെല്ലാവർക്കും എത്താനായിട്ട് നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ, വി എയിൻഡ് ഫ്രണ്ട്സ്, വി ഫാമിലി, അല്ലെ? സിനിമ ഡയലോഗാണ് എന്നാലും. അപ്പൊ മക്കളെ, ഞാൻ ടോപ്പിക്കിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത്. ഒരു മിനിറ്റ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സില് പറഞ്ഞിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്ത മക്കളെ? ഡാൽട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ ആണ് ഡിസ്കസ് ചെയ്തത്, അല്ലെ? ഡാൽട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷേഴ്സ് ആണ് ഡിസ്കസ് ചെയ്തത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു.
വളരെ ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു എന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഈ ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ ചെറിയൊരു ക്വസ്റ്റ്യൻ വെച്ചിട്ടായിരിക്കും തുടങ്ങുന്നത്. ഒരു രസകരമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു ഡാൽട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷേഴ്സ്. അപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കും, നമുക്ക് ആ ക്വസ്റ്റ്യൻ വെച്ചിട്ട് തുടങ്ങാം. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, എല്ലാവരും പെന്നും പേപ്പറും എടുത്ത് റെഡി ആയിക്കോളൂ. പായസം ഉണ്ടാക്കാൻ റെഡി ആയിക്കോളൂ. പുതിയ മക്കൾക്ക് വേണ്ടിയിട്ട് പായസം ഉണ്ടാക്കാന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നാണ് അർത്ഥം. ഓക്കെ, ഈ പായസം ഉണ്ടാക്കുമ്പോൾ മറ്റൊരു റൂൾ എന്താന്ന് വെച്ചാൽ ആദ്യം പോസ് അടിച്ചിട്ട് നിങ്ങൾ തന്നെ പായസം ഉണ്ടാക്കാൻ നോക്കുക, നിങ്ങൾ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നോക്കുക. ഓക്കെ, നിങ്ങളുടെ പായസം ശരിയായില്ലെങ്കിൽ പോസ് മാറ്റി പ്ലേ അമർത്തി എന്റെ പായസം റെഡി ആയി നോക്കുക. ഓക്കെ, ആസ് ഇൻ സീ ദി എക്സ്പ്ലനേഷൻ ദാറ്റ് ഐ ഗിവ്. ഓക്കെ, ആദ്യം നിങ്ങൾ തന്നെ സോൾവ് ചെയ്യാൻ നോക്കുക. ഇറ്റ് ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് മൈ ഡിയർ സ്റ്റുഡൻസ്. ക്വസ്റ്റ്യൻസ് എത്രയൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടും കാര്യമില്ല. അതെ അല്ലേ, ക്ലച്ച് ഏതാ ബ്രേക്ക് ഏതാ ഗിയർ ഏതാന്ന് അറിഞ്ഞിട്ട് കാര്യമില്ല, അത് ഓടിച്ച് തഴക്കം വന്നാലേ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ തിയറി അറിഞ്ഞിട്ട് കാര്യമില്ല മക്കളെ, പ്രോബ്ലംസ് ചെയ്ത് നിങ്ങൾ പഠിച്ചിട്ടേ കാര്യമുള്ളൂ മൈ ഡിയർ ചാമ്പ്യൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് എടുക്കാം. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് എടുക്കാം. ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ് മൈ ഡിയർ സ്റ്റുഡൻസ്. ക്വസ്റ്റ്യൻ വളരെ അധികം സിമ്പിൾ ആണ്. നമുക്ക് 3 പെട്ടി ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ വിചാരിക്കും സാറേ പെട്ടിയാ? അതെ, 3 containers, 3 containers like this. In the first container, ആദ്യത്തെ കണ്ടെയ്നറിൽ ഗ്യാസ് 1 ആണ്. ഓക്കെ, ആദ്യത്തെ കണ്ടെയ്നറിൽ ഗ്യാസ് 1 ആണ് വിത്ത് പ്രഷർ P1. ഇതിന്റെ വോള്യൂം V ആണ്. ഈ കണ്ടെയ്നർ ഇസ് കണക്റ്റഡ് ടു ദിസ് കണ്ടെയ്നർ ഇസ് കണക്റ്റഡ് ടു എ ബിഗർ കണ്ടെയ്നർ. വേറൊരു കണ്ടെയ്നറിലേക്ക് ഇത് കണക്ഷൻ പോയിട്ടുണ്ട്. ഓക്കെ, ആ കണക്ഷൻ അവിടെ ഇരുന്നോട്ടെ സാറേ, ആ കണക്ഷൻ അവിടെ ഇരുന്നോട്ടെ. ശരി, വേറൊരു കണ്ടെയ്നറിലേക്ക് ഒരു കണക്ഷൻ പോയിട്ടുണ്ട്, വേറൊരു കണ്ടെയ്നറിലേക്ക് ഒരു കണക്ഷൻ പോയിട്ടുണ്ട്. ആ കണ്ടെയ്നറിൽ വേറൊരു ഐഡിയൽ ഗ്യാസ് ആണ് ഗ്യാസ് 2 മൈ ഡിയർ സ്റ്റുഡൻസ്. അതിന്റെ പ്രഷർ P2 ആണ് മൈ ഡിയർ ചാമ്പ്യൻസ്. അതിന്റെ പ്രഷർ P2 ആണ് മൈ ഡിയർ സ്റ്റുഡൻസ്. അതിന്റെ വോള്യൂം എത്രയാണ് സാറേ? അതിന്റെ വോള്യൂം 2V ആണെന്ന് വെക്കുക മക്കള്, അതിന്റെ വോള്യൂം 2V ആണ്. ഓക്കെ, ഇത് തന്നെ വേറൊരു സ്ഥലത്തേക്ക് ഒരു കണക്ഷൻ പോയിട്ടുണ്ട്, മൂന്നാമത്തെ ഒരു കണ്ടെയ്നറിലേക്ക്, മൂന്നാമത്തെ ഒരു ചെമ്പിലേക്ക്. ഈ ചെമ്പിലെന്താ ബിരിയാണിയാണോ? ബിരിയാണി അല്ല. ഈ ചെമ്പിലെ മൂന്നാമത്തെ ഒരു ഗ്യാസ് ആണ് P3 മൈ ഡിയർ സ്റ്റുഡൻസ്. ഓക്കെ, മൂന്നാമത്തെ ഒരു ഗ്യാസ്, ഇതിന്റെ വോള്യൂം എന്ന് പറയുന്നത് 3V ആണ് മൈ ഡിയർ ചാമ്പ്യൻസ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇത് മൂന്നും ക്ലോസ്ഡ് ആണെന്ന് വെക്കുക. Imagine that all these 3 valves, ഈ വാൽവ്സും മൂന്നല്ല, ഈ 2 വാൽവും ക്ലോസ്ഡ് ആണ് എന്ന് വിചാരിക്കുക. ഓക്കെ, ഇന്റർകണക്റ്റഡ് ആണ്, ഇത് ക്ലോസ്ഡ് ആണ്. ഇനീഷ്യലി അറ്റ് ടൈം ഈക്വൽ ടു 0 ഇത് ക്ലോസ്ഡ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ വാൽവ് എടുത്ത് അങ്ങോട്ട് മാറ്റും. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ ചോദിക്കാം, ഈ ക്വസ്റ്റ്യൻ ഞാൻ ഇങ്ങനെ തന്നെ ചോദിക്കാം. ഫൈൻഡ്, എല്ലാവരും നോക്കുക ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കുക. Find the total pressure. Find the total pressure. Find the total pressure when the valves are removed. When the valves are removed. When the valves are removed. Valves remove ചെയ്യുമ്പോഴുള്ള ടോട്ടൽ പ്രഷർ കണ്ടുപിടിക്കുക. അതായത് ഈ 2 വാൽവ് ഞാൻ റിമൂവ് ചെയ്തു, എന്ന് വിചാരിക്കുക. ദിസ് വാൽവ് ആൻഡ് ദിസ് വാൽവ് ഐ വിൽ റിമൂവ്. അപ്പൊ ഈ കണ്ടെയ്നേഴ്സിലുള്ള ടോട്ടൽ പ്രഷർ നിങ്ങൾ കണ്ടുപിടിക്കുക. അപ്പൊ നിങ്ങൾ കുറച്ച് പേരെങ്കിലും പറയും സാറേ വളരെ സിമ്പിൾ അല്ല സാറേ, P1 + P2 + P3 അങ്ങനെ പറഞ്ഞവരെ മൂക്കിടിച്ച് ഞാൻ വരുത്തും. ഓക്കെ, ബിക്കോസ് ചാടിക്കേറി തോക്കിൽ കയറി വെടി വെക്കരുത് മക്കളെ. അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഹാപ്പനിങ്. എന്താണ് നടക്കുക? ഈ വാൽവ് ഓപ്പൺ ചെയ്താൽ എന്താണ് പറ്റുക? ഈ 1ഉം 2ഉം 3ഉം ഗ്യാസസ് മിക്സ് ചെയ്യും അല്ലെ? ഇറ്റ് വിൽ മിക്സ് ആൻഡ് സ്പ്രെഡ് ഔട്ട് ഇൻ ഓൾ ദ 3 ചേമ്പേഴ്സ്. ഗ്യാസ് 1 ആദ്യം ഇതിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഗ്യാസ് 2 ഇതിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഗ്യാസ് 3 ഇതിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വൺസ് ആ വാൽവ് തുറക്കുമ്പോൾ ഇതെല്ലാം മിക്സ് ആവും. 1 ഇതിൽ 3ലേക്കും സ്പ്രെഡ് ആവും, 2 ഇതിൽ 3ലേക്കും സ്പ്രെഡ് ആവും, 3 ഇത് 3ലേക്കും സ്പ്രെഡ് ആവും. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, യെസ് ഓർ നോ? അപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ട് എല്ലാവരും പോസ് അടിക്കുക. ഇവിടെ പോസ് അടിച്ച് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യാൻ നോക്കുക. ട്രൈ ടു ഗെറ്റ് ദി ആൻസർ മൈ ഡിയർ സ്റ്റുഡൻസ്. ഇവിടെ പോസ് അടിച്ച് ട്രൈ ചെയ്യാൻ മക്കളെ. ഞാൻ ഇപ്പൊ ഇതിന്റെ സൊല്യൂഷൻ പറഞ്ഞു തരാം. വളരെ സിമ്പിൾ ആണ്. വാട്ട് ഡു യു തിങ്ക് എന്തായിരിക്കും? വാട്ട് ഈസ് ദ ഫൈനൽ വോള്യൂം ഓഫ് ഫൈനൽ വോള്യൂംസ് എന്തായിരിക്കും?
of gas 1. Gas 1 in the final volume എന്തായിരിക്കും 6V അല്ലേ? എങ്ങനെ 6V കിട്ടി സാറേ ഈ 6V എങ്ങനെ വന്നു? ആദ്യം V ആയിരുന്നു, പിന്നെ അത് സ്പ്രെഡ് ചെയ്ത് 3ലേക്ക് നീങ്ങി അല്ലേ? അപ്പൊ V plus 2V plus 3V എത്ര? 6V. ഫൈനൽ വോളിയം ഓഫ് ഗ്യാസ് 2 എത്രയാ മക്കളെ? അതും 6V അല്ലേ? അതെങ്ങനെ സാറേ അത് 6V ആയത്? അതും സെയിം തന്നെയല്ലേ മക്കളെ? ഇതില് 2V, പിന്നെ അത് നമ്മൾ സ്പ്രെഡ് ചെയ്ത് എല്ലാത്തിലേക്ക് നീങ്ങി അല്ലെ? അതും 6V. ഗ്യാസ് 3 എത്രയാണ് മക്കളെ? ഗ്യാസ് 3യുടെ ഫൈനൽ വോളിയം എത്രയാണ് മക്കളെ? അതും 6V. ഫൈൻ. ഇനി ഇവനെ വെച്ചിട്ട് നമുക്ക് വേറൊരു കാര്യം കൂടി കണ്ടുപിടിക്കാം. ഫൈനൽ പ്രഷേഴ്സും കണ്ടുപിടിക്കാം മക്കളെ. ഫൈനൽ പ്രഷേഴ്സ് എത്രയായിരിക്കും? For gas 1 ന്റെ ഫൈനൽ പ്രഷർ എത്രയായിരിക്കും മക്കളെ? ഗ്യാസ് 1 ഫൈനൽ പ്രഷർ എത്രയായിരിക്കും? ഇനീഷ്യലി P1 ആണ്. ഫൈനൽ പ്രഷർ ഞാൻ പറഞ്ഞുതരാം. ഇവൻ P1/6 ആയിരിക്കും. P1/6. അപ്പൊ നിങ്ങൾ ചോദിക്കും സാർ അതങ്ങനെ P1/6 എന്ന് കിട്ടി? കാര്യം വോളിയം became 6 times and we are assuming that it's happening at a constant temperature. Okay, number of moles എന്തായാലും മാറുന്നില്ല. നമ്പർ ഓഫ് മോൾസിനെ കുറിച്ച് ഞാൻ പറയാനുള്ള നമ്പർ ഓഫ് മോൾസും കോൺസ്റ്റന്റ് ആണ്. ഒബ്വിയസ്ലി ഇത് രണ്ട് തന്നിട്ടില്ലെങ്കിൽ ഒബ്വിയസ്ലി ഇത് രണ്ട് കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കാം കേട്ടോ. കാര്യം ഒന്നും പറഞ്ഞല്ല ടെമ്പറേച്ചറിനെ കുറിച്ച്, നമ്പർ ഓഫ് മോൾസ് നമ്മൾ ഇതിലേക്ക് കൂടുതൽ നമ്പർ ഓഫ് മോൾസ് ഇടുന്നില്ല, നമ്മൾ നമ്പർ ഓഫ് മോൾസ് എടുത്ത് മാറ്റുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ടെമ്പറേച്ചറിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ടെമ്പറേച്ചറും നമ്പർ ഓഫ് മോൾസ് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇൻ ദാറ്റ് സിറ്റുവേഷൻസ് യു നോ ദാറ്റ് പ്രഷർ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം അല്ലേ? ബോയിൽസ് ലോ. അപ്പൊ വോളിയം 6 ഇരട്ടിയാവുമ്പോൾ പ്രഷർ 1/6 ആവും. അതേപോലെ തന്നെ സെക്കൻഡ് ഗ്യാസിന്റെ പ്രഷർ എത്രയായിരിക്കും മക്കളെ? സെക്കൻഡ് ഗ്യാസിന്റെ പ്രഷർ P2 ആണ്. ദാറ്റ് വിൽ ബി P2 divided by 3 അല്ലെ? അപ്പൊ നിങ്ങൾ ചോദിക്കും അത് എന്തുകൊണ്ടാ? കാര്യം ഈ 2Vയിൽ നിന്ന് 6V ആയി. It became 3 times. Volume became 3 times. വോളിയം 3 ഇരട്ടിയായിട്ട് കൂടിയപ്പോൾ പ്രഷർ by 3 ആയിട്ട് കുറയും. അതേപോലെ തന്നെ ഗ്യാസ് 3യുടെ പ്രഷർ എന്തായിരിക്കും? P3 divided by 2. അതെന്തുകൊണ്ടാ സാറേ P3 divided by 2? കാര്യം ഇതിന്റെ വോളിയം 3V ആയിരുന്നു. 3Vയിൽ നിന്ന് 6V ആയി. 3Vയിൽ നിന്ന് 6V ആവുമ്പോൾ അത് ഇരട്ടിക്കുകയാണ് ചെയ്യുന്നത്. It became double. വോളിയം ഡബിൾ ആവുമ്പോൾ പ്രഷർ 1/2 ആവും. So this is the pressure. ഇനി എന്താണ്? ഇനി വളരെ സിമ്പിൾ ആണ്. ഡാൽട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ. PT is equal to P1/6 plus P2/3 plus P3/2. ഇതിനെ തന്നെ LCM എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും P1 plus 2P2 plus 3P3 divided by 6. ഇതാണ് ഇതിന്റെ ആൻസർ. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, ഞാൻ ഓപ്ഷൻസ് ഒന്നും തന്നില്ല, ബട്ട് ഇതൊരു കോൺസെപ്റ്റ് എക്സ്പ്ലനേഷൻ പ്രോബ്ലം ആണ്. ഓക്കെ, ആ കോൺസെപ്റ്റ് ഒന്നും കൂടി ഒന്ന് തലയിൽ ഉറക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ടൊരു പ്രോബ്ലമാണ്. ഇനി ഇത് തന്നെ നിങ്ങളെ കൊണ്ട് എനിക്കൊരു സഹായം വേണം. ഇത് തന്നെ വേറെ രീതിയിൽ ചെയ്യാൻ പറ്റും, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ വെച്ചിട്ട്. അതെങ്ങനെയാ ചെയ്യാണെന്നുള്ളത് നിങ്ങൾക്ക് ഒന്നിലേക്ക് കമന്റിൽ അടിച്ച് കാണിച്ചു തരാം. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻ പറയാം, സാർ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞുതരാം. ഇതിന് വേറൊരു മെത്തേഡും കൂടി ഉണ്ട്. ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇത് ടക്ക് ചെയ്യാൻ പറ്റും. ഇൻഫാക്ട് ഇത് നിങ്ങൾക്ക് മനസ്സിൽ ചെയ്യാന്നേ ഉള്ളൂ. ഓക്കെ, 10-20 സെക്കൻഡിനുള്ളിൽ അല്ലെങ്കിൽ 30 സെക്കൻഡിനുള്ളിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. വേറൊരു മെത്തേഡും കൂടി ഉണ്ട്. ആ മെത്തേഡ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ കമന്റ് ചെയ്യാം മക്കളെ. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ വെച്ചിട്ടാണ് ആ മെത്തേഡ്. ഓക്കെ, അറിയാവുന്നവർ ദയവായി കമന്റ് ചെയ്യുക. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, സോ ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് പ്രോബ്ലം. നല്ല വെടിക്കെട്ട് പ്രോബ്ലം ആയിരുന്നു, നല്ല പ്രോബ്ലം ആയിരുന്നു മൈ ഡിയർ സ്റ്റുഡൻസ്. ഓക്കെ കൂൾ. നമുക്കിനി ചാടണ്ടേ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക്. Next topic is Graham's law of effusion and diffusion. Graham's law of effusion and diffusion. വളരെ രസകരമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, വളരെയധികം ഇൻട്രസ്റ്റ് ഉള്ള ഒരു ടോപ്പിക്കാണ്. കാര്യം എന്താ സാർ, ഇത് എല്ലാ ടോപ്പിക്കിനെ കുറിച്ച് പറയണ്ടല്ലോ സാറ്. ഗൈസ്, ഇത് കുറെ അധികം നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, കുറെ ഈ ഗ്രഹാം ഡിഫ്യൂഷൻ എന്താണെന്നുള്ള കുറച്ച് പേർക്കെങ്കിലും അറിയാം. ഓൾറെഡി നമ്മുടെ ചുറ്റുവട്ടത്ത് എപ്പോഴും നടക്കുന്നതാണ് അല്ലേ?
നിങ്ങളുടെ വീട്ടിൽ ഇപ്പൊ തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ കുറച്ച് പേരെങ്കിലും താഴത്തെ കിച്ചണിൽ എന്താ കുക്ക് ചെയ്യണ്ടെന്ന് ഉള്ളത് മനസ്സിലാക്കി കാണും അല്ലെ. അമ്മ ചിലപ്പോൾ ബിരിയാണിയുടെ ചെമ്പ് തുറന്ന് കാണും അല്ലെ. കുറച്ച് പേർക്കെങ്കിലും മനസ്സിലാക്കി കാണും. അത് തന്നെയാണ് ഡിഫ്യൂഷൻ. അപ്പൊ ഗ്രഹാംസ് ലോ ഓഫ് ഡിഫ്യൂഷൻ ആൻഡ് എഫ്യൂഷൻ എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് ഇന്ത്യ എന്താണെന്ന് അറിയണം അല്ല എഫ്യൂഷനും ഡിഫ്യൂഷനും എന്താണെന്നുള്ളത് അറിയണം. ഓക്കെ, ഗ്രഹാംസ് ലോ എന്താണ് അറിയണം. അതിനു മുമ്പ് എഫ്യൂഷനും ഡിഫ്യൂഷനും എന്താണ് എന്ന് അറിയണം. So everyone look over here. What is diffusion? The tendency of intermixing of non-reacting gases spontaneously. The tendency of intermixing of non-reacting gases spontaneously. അതായത് നിങ്ങൾ റൂമിന്റെ മൂലയിൽ ഒരു ചന്ദനത്തിരി കത്തിച്ച് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ സ്മെല്ല് ചിലപ്പോൾ റൂമിന്റെ മൊത്തം അല്ലെങ്കിൽ വീടിൽ മൊത്തം കിട്ടും. എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് ബേസിക്കലി ഡിഫ്യൂഷൻ ദാറ്റ് ഇസ് ഹാപ്പനിങ്. അതിൽ നിന്ന് വരുന്ന വേപ്പർ സബ്സ്റ്റൻസസ് ഇസ് ഇന്റർമിക്സിംഗ് വിത്ത് ദ ഗ്യാസസ് അറൌണ്ട്, ഇസ് ഇന്റർമിക്സിംഗ് വിത്ത് ദ അറ്റ്മോസ്ഫിയർ അറൌണ്ട്. നിങ്ങൾ താഴത്തെ അമ്മ ചെമ്പ് ബിരിയാണി തുറക്കുമ്പോൾ നിങ്ങൾ മേളിലിരിക്കുന്ന നിങ്ങൾക്ക് വിശന്ന് ഓടും അല്ലെ. ബിരിയാണിയുടെ ചെമ്പ് തുറന്നാ ഞാനൊക്കെ ഓടുമായിരുന്നു. ഓക്കെ അല്ല, അയൽവക്കത്തെ വീട്ടുകാർ തന്നെ തുറന്നാൽ തന്നെ നമുക്ക് ആ സ്മെല്ല് അടിക്കും. എന്തുകൊണ്ടാണ് മക്കളെ? ദാറ്റ് ഇസ് ഓൾസോ ഡിഫ്യൂഷൻ. ആ വേപ്പർ സബ്സ്റ്റൻസസ് ആർ ഗെറ്റിംഗ് ഇൻ ടു ദി അറ്റ്മോസ്ഫിയർ. അല്ല, നിങ്ങൾ ഈ ബാത്റൂമിലൊക്കെ പോകുമ്പോൾ നല്ല നല്ല ഹോട്ടൽ 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ, ഞാനങ്ങനെ 5 സ്റ്റാർ ഹോട്ടലിലൊന്നും പോകാറില്ല, എന്നാലും നിങ്ങൾക്കറിയാം ചില ബാത്റൂംസിലൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ചിലപ്പോൾ വെക്കാറുണ്ട് നല്ല സ്മെല്ല് വരാനായിട്ട്. ഓക്കെ, നല്ല സ്മെല്ല് വരാനായിട്ട് ബാത്റൂമിലൊക്കെ ഒരു സാധനം വെക്കും. അതിന്റെയും പ്രിൻസിപ്പിൾ ഇത് തന്നെയാണ്. അതിൽ നിന്ന് വരുന്ന ആ വേപ്പർ സബ്സ്റ്റൻസസ് ആർ ഗെറ്റിംഗ് മിക്സഡ് വിത്ത് ദ ഗ്യാസസ് ഇൻ ദി അറ്റ്മോസ്ഫിയർ. സോ ബേസിക്കലി ഒരു മിക്സ്ചർ ഫോം ചെയ്യും അല്ലെ. ഒരു ഇൻഫാക്ട് ഐ വിൽ ടെൽ യു വൺ തിങ്. ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. അതൊരു മിക്സ്ചർ ഫോം ചെയ്യുമ്പോൾ, ഈ ഡിഫ്യൂഷൻ നടക്കുമ്പോൾ, വാട്ട് കൈൻഡ് ഓഫ് എ മിക്സ്ചർ ഇസ് ഫോംഡ് ഓവർ ദർ? അതൊരു ഹോമോജീനസ് മിക്സ്ചർ ആയിരിക്കും, അതൊരു ഹെട്രോജീനസ് മിക്സ്ചർ ആയിരിക്കും? താഴത്ത് കമന്റ് ചെയ്യാം മക്കളെ. ഇങ്ങനെ ഒരു ഡിഫ്യൂഷൻ നടക്കുമ്പോൾ വാട്ട് കൈൻഡ് ഓഫ് മിക്സ്ചർ ഇസ് ഫോംഡ് ഓവർ ദർ? ഇസ് ഇറ്റ് ഗോയിങ് ടു ബി എ ഹോമോജീനസ് മിക്സ്ചർ ഓർ ഇസ് ഇറ്റ് ഗോയിങ് ടു ബി ഹെട്രോജീനസ് മിക്സ്ചർ? എന്താണ് ഹോമോജീനസ്, എന്താണ് ഹെട്രോജീനസ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അറിയാത്തവർ താഴത്ത് കമന്റ് ചെയ്യാം, ഞാൻ പറഞ്ഞുതരാം. അറിയുന്നവർ താഴത്ത് ഇതിന്റെ ആൻസർ കമന്റ് ചെയ്യാം. ഇസ് ഇറ്റ് ഗോയിങ് ടു ബി എ ഹോമോജീനസ് മിക്സ്ചർ ഓർ എ ഹെട്രോജീനസ് മിക്സ്ചർ? ഓക്കെ, സോ ഡിഫ്യൂഷൻ എന്താണെന്നുള്ളത് വളരെ സിമ്പിൾ ആണ്. നമുക്ക് എല്ലായിടത്തും കാണാൻ പറ്റിയ ഒരു സംഭവമാണ് ഈ ഡിഫ്യൂഷൻ. ഓക്കെ, ബേസിക്കലി സ്പ്രെഡിങ് ഓഫ് ഗ്യാസസ് and intermixing with the atmosphere, or basically intermixing with the other gases. That is called as diffusion. In effusion endana sare? Effusion is nothing but the property of the flow of gaseous molecules from a pinhole under pressure. അതായത് നമ്മൾ ഇങ്ങനെ ഒരു കണ്ടെയ്നർ എടുത്തു എന്ന് വിചാരിക്കുക. കണ്ടെയ്നർ എടുക്കാൻ പറ്റിയില്ലല്ലോ, ഒരു മിനിറ്റ്. നമ്മൾ ഇങ്ങനെ ഒരു കണ്ടെയ്നർ എടുത്തു എന്ന് വിചാരിക്കുക മക്കളെ. ഓക്കെ, ഇതിൽ കുറെ ഗ്യാസ് ഞാൻ കൊണ്ടിട്ടു. എന്തിനാ കൊണ്ടിട്ട്? കാര്യം എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. ഞാൻ ഇതിൽ കുറെ ഗ്യാസ് കൊണ്ടിട്ടു മക്കളെ. And if there is a very small hole in the container, and obviously there is some external pressure that is present over here. ഈ external pressure ഈ ഗ്യാസിന്റെ ഒരു കുറുമ്പത്തരവും കാരണം, ഗ്യാസ് മോളിക്യൂൾസ് ആർ വെരി വെരി നോട്ടി, റൈറ്റ്? അത് കാരണം ഇവന്മാർ എന്ത് ചെയ്യും? ഒരൊറ്റ ചാട്ടം ചാടും ഇതിന്റെ പുറത്തേക്ക് നല്ലൊരു ചാട്ടം ചാടും അല്ലെ. ഷുർ എന്നും പറഞ്ഞ് പുറത്തോട്ട് വരും. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എഫ്യൂഷൻ എന്ന് വിളിക്കുന്നത്. ത്രൂ എ സ്മോൾ പിൻ ഹോൾ വെൻ ഗ്യാസ് പാർട്ടിക്കിൾസ് എസ്കേപ്പ് ഇറ്റ് ഗിവ്സ് യു എഫ്യൂഷൻ. ഈ എഫ്യൂഷൻ കഴിഞ്ഞാൽ എന്താണ് നടക്കുന്നത്? വാട്ട് ഹാപ്പൻസ് ആഫ്റ്റർ എഫ്യൂഷൻ? എഫ്യൂഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അവന്മാര് നൈസായിട്ട് സ്പ്രെഡ് ചെയ്ത് പാറി പറന്ന് കിടക്കും, ഡിഫ്യൂഷനിലേക്ക് മാറും അല്ലെ. എഫ്യൂഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്യാസ് മോളിക്യൂൾസ് വിൽ അൾട്ടിമേറ്റ്ലി ഡിഫ്യൂസ്. അല്ലെ മക്കളെ? അതൊരു എക്സ്ട്രാ ഇൻഫർമേഷൻ ഞാൻ തന്നു എന്നേ ഉള്ളൂ. ബട്ട് എഫ്യൂഷൻ ഇസ് ബേസിക്കലി ദ മൂവ്മെന്റ് ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ത്രൂ എ പിൻ ഹോൾ. ഒരു സൂചി ഓട്ടയിൽ കൂടെ ഗ്യാസ് മോളിക്യൂൾസ്. അത് മതി അവന്മാർക്ക് പുറത്ത് ചാടാനായിട്ട്. ഒരു ഗ്യാപ്പ് കിട്ടിയാൽ നിങ്ങൾ ക്ലാസ്സിന് പുറത്തേക്ക് ചാടില്ല, അതേപോലെ തന്നെ ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടിയ ഗ്യാസ് മോളിക്യൂൾസ് ടക്ക് എന്ന് പറഞ്ഞ് പുറത്തോട്ട് ചാടും. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, ദാറ്റ് ഇസ് കോൾഡ് ആസ് എഫ്യൂഷൻ. ഇനി ഇതിവിടെ നിൽക്കട്ടെ.
എഫ്യൂഷനും ഡിഫ്യൂഷനും എടുക്കട്ടെ, നമുക്കറിയേണ്ടത് ലോ അല്ല, ഗ്രഹാംസ് ലോ അല്ല നമുക്കറിയേണ്ടത്. ഈ ഗ്രഹാംസ് ലോ അറിയുന്നതിന് മുമ്പ് എഫ്യൂഷനും ഡിഫ്യൂഷൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. എഫ്യൂഷൻ ഡിഫ്യൂഷൻ എന്താണെന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് നമുക്ക് വേറൊരു കാര്യം മനസ്സിലാക്കാനുണ്ട് മക്കളെ, ദാറ്റ് ഈസ് rate of diffusion and effusion. 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 അതായത് സ്പീഡ് ഓഫ് ഡിഫ്യൂഷൻ ആൻഡ് എഫ്യൂഷൻ. എത്ര പെട്ടെന്നായിരിക്കും ഡിഫ്യൂഷനും എഫ്യൂഷനും നടക്കുന്നത്? അതിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? മാത്തമാറ്റിക്കൽ ഇക്വേഷൻ വളരെ സിമ്പിൾ. സംതിങ് ഡിവൈഡഡ് ബൈ ടൈം ആയിരിക്കും. റേറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ സംതിങ് ഡിവൈഡഡ് ബൈ ടൈം. ദാറ്റ് റേറ്റ് is nothing but എല്ലാവരും നോക്കുക മക്കളെ, ഡിസ്റ്റൻസ് traveled divided by time taken. Distance traveled divided by time taken. അപ്പൊ ആര് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും? ആരാണ് സാറേ ഓടണത്? ആരാണ് തൃശ്ശൂരിലേക്ക് പോകുന്നത്? ആരാണ് എറണാകുളത്തേക്ക് പോകുന്നത്? നത്തിങ് മൈ ഡിയർ സ്റ്റുഡൻസ്. അതായത് നമ്മളിപ്പോ ഇങ്ങനെ ഒരു പൈപ്പ് എടുത്തു എന്ന് വിചാരിക്കുക, അതിൽ കൂടെ ഒരു ഗ്യാസിനെ വിട്ടു എന്ന് വിചാരിക്കുക. ആ ഗ്യാസ് പാർട്ടിക്കിൾസ് ഇസ് ഒബ്വിയസ്ലി ട്രാവലിംഗ് എ ഡിസ്റ്റൻസ്, റൈറ്റ്? സപ്പോസ് ഇറ്റ് ട്രാവൽസ് ദിസ് ഡിസ്റ്റൻസ് ഇൻ എ ടൈം ടി. ഈ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ് ഓൾസോ ഡിഫ്യൂഷൻ. That distance divided by time is called as rate. Got it, my dear students? Yes or no? ഇനി റേറ്റിനെ തന്നെ നമുക്ക് വേറെ രീതിയിലും എക്സ്പ്രസ് ചെയ്യാം. റേറ്റ് can also be expressed in terms of volume. It is nothing but volume diffused or effused. Volume diffused or effused divided by time taken. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാറേ ഇത് രണ്ടും സെയിം ആണോ? അല്ല, ഇത് ബേസിക്കലി റേറ്റ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഡിസ്റ്റൻസ്, ഇത് ബേസിക്കലി റേറ്റ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് വോള്യൂം. അങ്ങനെ കണ്ടാൽ മതി. അപ്പൊ ക്വസ്റ്റ്യൻ അനുസരിച്ച് ചിലപ്പോൾ മാറും. ഫോർ എക്സാമ്പിൾ, ഒരു ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 10 liters ഓഫ് എ ഗ്യാസ് ഗോട്ട് ഡിഫ്യൂസ്ഡ് ഇൻ 20 seconds or effused in 20 seconds. വാട്ട് ഇസ് ദ റേറ്റ്? 10 divided by 20. യെസ് ആണ്. അപ്പൊ അതാ ക്വസ്റ്റ്യൻ അങ്ങനെയാണ് ചോദിച്ചത്, വോള്യൂം വെച്ചാണ് ചോദിച്ചത്. അപ്പൊ വോള്യൂം വെച്ചിട്ട് നിങ്ങൾക്ക് റേറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യാം. അതേപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യനിൽ ഗ്യാസ് മൂവ്ഡ് 1 meter in 0.5 seconds. 1 meter in 0.5 seconds. What is the rate? Distance divided by, അതും ചെയ്യാം. അത് ഡിസ്റ്റൻസിനെ വെച്ചിട്ട് നമ്മൾ റേറ്റിനെ കാണുന്നു. ഇനി വേറൊരു സംഭവമുണ്ട്. റേറ്റ് ക്യാൻ ഓൾസോ ബി സീൻ ആസ് നമ്പർ ഓഫ് മോൾസ് ഡിഫ്യൂസ്ഡ് or effused. Number of moles diffused or effused divided by time taken. മക്കളെ, ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം. ഇത് മൂന്നും സെയിം ആവണമെന്നില്ല കേട്ടോ. ഇത് മൂന്നും മൂന്ന് രീതിയാണ് റേറ്റിനെ പറയാനുള്ളത്. This is rate expressed in terms of distance. This is rate expressed in terms of volume of gas diffused or effused. This is rate expressed in terms of number of moles. അതായത് ചിലപ്പോ let's say 10 മോള് ഡിഫ്യൂസ് ആയി പോയി, അല്ലെങ്കിൽ എഫ്യൂസ് ആയി പോയി. അവിടെ 10 സെക്കൻഡിൽ എത്ര റേറ്റ്? 10 divided by 10. അപ്പൊ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇതിന്റെ മൂന്നിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തായാലും മാഗ്നിറ്റ്യൂഡ് വേണമെങ്കിൽ സെയിം ആയിരിക്കാം. പക്ഷെ ഒബ്വിയസ്ലി നിങ്ങൾ യൂണിറ്റ് നോക്കി കഴിഞ്ഞാൽ ഇവിടെ മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും, ഇവിടെ ചിലപ്പോൾ ലിറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും, ഇവിടെ നമ്പർ ഓഫ് മോൾസ് പെർ സെക്കൻഡ് ആയിരിക്കും. അണ്ടർസ്റ്റാൻഡ് ദേ ക്യാൻ ബി ഡിഫറെന്റ്. അപ്പൊ ക്വസ്റ്റ്യൻ അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് റേറ്റിന്റെ ചോദ്യം വരുന്നത്. ചിലപ്പോൾ ചില ക്വസ്റ്റ്യനിൽ find the rate in terms of number of moles diffused or effused per time, or find the rate in terms of the distance traveled by time, find the rate in terms of the volume diffused or effused per time. അപ്പൊ അതനുസരിച്ച് ചെയ്യാം. അതുകൊണ്ടാണ് മൂന്നും തന്നത്. ഓക്കെ, ചിലയിടത്ത് നിങ്ങൾ കാണും ഇത് മൂന്നും സെയിം ആയിട്ടൊക്കെ എടുത്തു എന്ന് വരും. അങ്ങനെ സെയിം ആയിട്ടല്ല മക്കളെ, ദേ ആർ നോട്ട് സെയിം. ഓക്കെ, അതിന്റെ വാല്യൂസ് സെയിം ആവാം, മാഗ്നിറ്റ്യൂഡ് സെയിം ആവാം, ബട്ട് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇത് മൂന്ന് യൂണിറ്റ് ആണ്. മൂന്ന് രീതിയിൽ റേറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യണോ എന്നുള്ളൂ. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്. ഓക്കെ, ഇനിയാണ് നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാനുള്ളത്. എന്താണ് കാര്യം? ലോ അറിയണ്ടേ? Graham's law of diffusion or effusion. Graham's law of diffusion or effusion states that എല്ലാവരും നോക്കുക മക്കളെ, at constant pressure and temperature,
rate of diffusion or effusion is inversely proportional to the root of molecular mass of the gas. Rate of diffusion or effusion is inversely proportional to the root of molecular mass of the gas. അതായത് molecular mass കൂടുതലാണെങ്കിൽ റേറ്റ് കുറയും, ഡിഫ്യൂഷന്റെയും എഫ്യൂഷന്റെയും റേറ്റ് കുറയും. molecular mass ചെറുതാണെങ്കിൽ കുറച്ചാണെങ്കിൽ റേറ്റ് കൂടും. അപ്പോൾ at constant pressure and temperature. Okay, my dear students. ഇത് നമുക്ക് ഇങ്ങനെയും എഴുതാം മക്കളെ. Rate can be written as some constant K divided by root of molecular mass of the gas. Okay, my dear students. അതായത് നമുക്ക് ഇങ്ങനെ ഒരു പൈപ്പിൽ കൂടെ ഇപ്പൊ ഡിഫ്യൂഷനും എഫ്യൂഷനും ഇത് വർക്ക് ചെയ്യൂട്ടോ. അണ്ടർസ്റ്റാൻഡ് ദിസ് വർക്ക്സ് ഫോർ ഡിഫ്യൂഷൻ ആൻഡ് എഫ്യൂഷൻ. ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു പൈപ്പ് എടുത്തു എന്ന് വിചാരിക്കാം മക്കളെ. ഇതിൽ കൂടെ ഗ്യാസ് 1 പോകുന്നുണ്ട്. ഗ്യാസ് 1 is moving in this. gas 2 is getting diffused in this, my dear students. Okay, gas 1 in this, gas 2 in this, my dear students. gas 1 ന്റെ molecular mass അല്ലെങ്കിൽ gas AB എന്നിടാം. അതാണ് യൂഷ്വലി ഒരു കൺവെൻഷൻ. നമ്മള് കൺവെൻഷൻ തെറ്റിക്കണ്ടല്ലോ. AB എന്നിടാം. A and B over here. 1 and 2 എന്നൊട്ടൊന്ന് വെച്ച് തെറ്റൊന്നുമില്ല. എന്നാലും എയുടെ മാസ് മോളിക്കുലർ മാസ് MA ആണെന്ന് വിചാരിക്കുക, ബിയുടെ MB ആണെന്ന് വിചാരിക്കുക മക്കളെ. ഓക്കെ, ഇവിടെ പ്രഷർ P ആണെന്ന് വിചാരിക്കുക, ഇവിടെയും പ്രഷർ P ആണെന്ന് വിചാരിക്കുക, ഇവിടെ ടെമ്പറേച്ചർ T ആണെന്ന് വിചാരിക്കുക, ഇവിടെയും പ്രഷർ T ആണെന്ന് വിചാരിക്കുക മക്കളെ. Yes or no, my dear students? So what is the rate of diffusion of A, my dear students? ഇവിടെ കാണിച്ചേക്കണത് ഡിഫ്യൂഷൻ ആണെങ്കിലും അണ്ടർസ്റ്റാൻഡ് ദിസ് ഓൾസോ വർക്ക്സ് ഫോർ ദിസ് ലോ വർക്ക്സ് ഫോർ എഫ്യൂഷൻ ഓൾസോ. എഫ്യൂഷനും ഇത് വർക്ക് ചെയ്യും, ഡിഫ്യൂഷനും ഇത് വർക്ക് ചെയ്യും. ഓക്കെ, മൈ ഡിയർ സ്റ്റുഡൻസ്, റേറ്റ് ഓഫ് എ ഇസ് ഈക്വൽ ടു K, the constant divided by molecular mass of A, my dear students. അല്ലേ? റേറ്റ് ഓഫ് ബി എന്താണ് മക്കളെ? റേറ്റ് ഓഫ് ബി ഇസ് ഈക്വൽ ടു K divided by root of molecular mass of B, my dear students. അല്ലേ മക്കളെ? ഇനി എന്താണ് ചെയ്യുക? അപ്പൊ റേറ്റ് ഓഫ് എ ഡിവൈഡഡ് ബൈ റേറ്റ് ഓഫ് ബി എന്താ? റേറ്റ് ഓഫ് എ ഡിവൈഡഡ് ബൈ റേറ്റ് ഓഫ് ബി എന്താ മക്കളെ? റേറ്റ് ഓഫ് എ ഡിവൈഡഡ് ബൈ റേറ്റ് ഓഫ് ബി എന്താ? സാറല്ലേ ചെയ്യണത്, ഞാൻ പറഞ്ഞുതരാം മക്കളെ. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് മോളിക്കുലർ മാസ് ഓഫ് ബി ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ് ഓഫ് എ. അല്ല മക്കളെ, എല്ലാവരും നോക്കൂ. റേറ്റ് ഓഫ് എ ഇസ് ഈക്വൽ ടു കെ കോൺസ്റ്റന്റ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് മോളിക്കുലർ മാസ് ഓഫ് എ. റേറ്റ് ഓഫ് ബി ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് മോളിക്കുലർ മാസ് ഓഫ് ബി. RA ബൈ RB എന്താ? ദിവനം എടുത്ത് ചാമ്പുക. അപ്പൊ റൂട്ട് ഓഫ് MB മേളിലേക്ക് വരും. ഓക്കെ, അപ്പൊ റൂട്ട് ഓഫ് MB ബൈ MA എന്ന് കിട്ടും, മൈ ഡിയർ സ്റ്റുഡൻസ്. റൂട്ട് ഓഫ് MB ബൈ MA എന്ന് കിട്ടും, മൈ ഡിയർ ചാമ്പ്യൻസ്. ഓക്കെ, യെസ് ഓർ നോ, മൈ ഡിയർ സ്റ്റുഡൻസ്? കൂൾ. ഇനി ഇവനെ നമുക്ക് ഇങ്ങനെയും എഴുതാം, ഇവനെ നമുക്ക് ഇങ്ങനെയും എഴുതാം. റൂട്ട് ഓഫ് ഡെൻസിറ്റി ഓഫ് ബി ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് എ. അപ്പൊ നിങ്ങൾ വിചാരിക്കും സാറേ അത് തെറ്റായി പോയി, അതെങ്ങനെ അങ്ങനെ എഴുതിയത്? വെറുതെ സാറിന് അങ്ങനെ എഴുതാൻ പറ്റുമോ? വളരെ സിമ്പിൾ ആണ് മക്കളെ. നമുക്കറിയാം, we have already learned that PM is equal to DRT. എങ്ങനെ? ഇത് ഓൾറെഡി നമ്മൾ കണ്ടിട്ടുണ്ട് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പഠിച്ചപ്പോൾ. P into molecular mass is equal to DRT. അപ്പൊ മോളിക്കുലർ മാസ് എന്താ മക്കളെ? മോളിക്കുലർ മാസ് is D into RT by P അല്ലെ? അപ്പൊ ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റ് ആണെങ്കിൽ we can say that molecular mass is directly proportional to density at constant temperature and pressure. അല്ലേ മൈ ഡിയർ സ്റ്റുഡൻസ്? അപ്പോ റേഷ്യോ ഓഫ് മോളിക്കുലർ മാസ് ഓഫ് ഗ്യാസ് ബി ഡിവൈഡഡ് ബൈ റേഷ്യോ ഓഫ് റൂട്ട് ഓഫ് MB ബൈ റൂട്ട് ഓഫ് MA is equal to root of DB by DA. മനസ്സിലായ മക്കളെ? റൂട്ട് ഓഫ് MB ബൈ MA is equal to root of DB by DA എന്നാകും. എന്തുകൊണ്ടാ? ബിക്കോസ് ദേ ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അപ്പൊ ഡെൻസിറ്റിയുടെ രീതിയിൽ ചോദിച്ചാലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും, മോളിക്കുലർ മാസിന്റെ രീതിയിൽ ചോദിച്ചാലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്? ഓക്കെ മൈ ഡിയർ ചാമ്പ്യൻസ്? ഇനി
ഇനി മക്കളെ നോക്കൂ, ഞാൻ വേറൊരു സൂത്രം കാണിച്ചു തരാം. എല്ലാരും നോക്കുക. എവ്രിവൺ ലുക്ക് ഓവർ ഹിയർ. എല്ലാരും നോക്കുക. അപ്പൊ ബേസിക്കലി ഞാൻ ഇവിടെ ഒരു ലൈൻ വരയ്ക്കാം. ഓക്കെ, എല്ലാരും നോക്കുക. അടുത്തത് ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ ഇവനെ തന്നെ ഈ RA/RB എന്നുള്ളതിനെ this RA/RB can be written as and let's say we are expressing the rate by volume. Okay, volume based ഒരു question വന്നു എന്ന് വിചാരിക്കുക. അതിനെ നമുക്ക് VA/TA എന്ന് എഴുതാം. Volume of gas diffused or effused. Volume of gas A, that is diffused or effused, divided by time taken. The whole divided by VB/TB, my dear students. Yes or no, my dear champions? And that will be equal to root of MB/MA, my dear students. That will be equal to root of MB/MA, which is also equal to root of DB/DA, my dear students. Yes or no, my dear students? പുരിയതാ. അപ്പൊ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിയെന്ന് വരിക. A എന്ന് പറയുന്ന ഒരു ഗ്യാസ് അതിന്റെ 20 ലിറ്റർ ഡിഫ്യൂസ് ആയിപ്പോയി. എത്ര സെക്കൻഡ്? 5 സെക്കൻഡ്. ബി എന്നൊരു പറഞ്ഞൊരു ഗ്യാസ് അതിന്റെ 30 ലിറ്റർ ഡിഫ്യൂസ് ആയിപ്പോയി. എത്ര സെക്കൻഡ്? ലെറ്റ്സ് സേ 15 സെക്കൻഡ്. ഓക്കെ, മോളിക്കുലർ മാസ് ഓഫ് എ ലെറ്റ്സ് സേ 60 എന്ന് വന്നിട്ടുണ്ട്. മോളിക്കുലർ മാസ് ഓഫ് ബി ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ വളരെ സിമ്പിൾ ആണ്. VA എന്താണ്? 20. TA എന്താണ്? 5. VB എത്രയാണ്? 30. TB എത്രയാണ്? 15. MB എത്രയാണ് കണ്ടുപിടിക്കണം. MA എത്രയാണ്? 60 തന്നിട്ടുണ്ട്. ടക്ക് എന്ന് കിട്ടും. അല്ലേ മക്കളെ? ഇനി ഇത് തന്നെ നിങ്ങൾക്ക് ഡിസ്റ്റൻസിന്റെ രീതിയിലും എഴുതാട്ടോ. ഇവനെ തന്നെ നമുക്ക് വേറെ രീതിയിലും എഴുതാം. ഞാൻ പറഞ്ഞില്ലേ, റേറ്റ് ക്യാൻ ഓൾസോ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഡിസ്റ്റൻസ് ഓർ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓൾസോ. അതായത് നമുക്ക് ഇങ്ങനെയും എഴുതാൻ പറ്റും. എങ്ങനെ സാറേ? RA/RB is equal to distance traveled by A divided by time of A divided by distance traveled by B divided by time B. ഇനിയിപ്പോ ഡിസ്റ്റൻസിന്റെ ബേസിലാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഇങ്ങനെ എഴുതാം മക്കളെ. Got it, my dear students? And that is equal to, my dear champions, MB/MA. Root of MB/MA. Root of MB/MA, my dear students. Okay, which is also equal to density of dB/dA, my dear students. Got it, my dear champions? Yes or no, my dear students? അതായത് let us say നമ്മൾ ഇങ്ങനെ ഒരു പൈപ്പ് എടുത്തു എന്ന് വിചാരിക്കുക, 2 പൈപ്പ് എടുത്തു എന്ന് വിചാരിക്കുക. ഓക്കെ, ഇവിടെ let us say ഇതൊരു 10 മീറ്റർ പോയി. എത്ര സെക്കൻഡിൽ? ഒരു 5 സെക്കൻഡിൽ പോയി എന്ന് വിചാരിക്കുക. 10 മീറ്റർ പോയി ഒരു 5 സെക്കൻഡിൽ ഗ്യാസ് 10 മീറ്റർ പോയി. ഇവിടെ ഒരു 20 മീറ്റർ പോയി എന്ന് വിചാരിക്കുക. 20 മീറ്റർ പോയി എത്ര? ഒരു 3 സെക്കൻഡിൽ പോയി എന്ന് വിചാരിക്കുക. ഓക്കെ, ഗ്യാസ് എയുടെ മോളിക്കുലർ മാസ് വന്നുണ്ട്. ഗ്യാസ് എയുടെ മോളിക്കുലർ മാസ് 30 വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഗ്യാസ് ബിയുടെ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കണം. ഇവനെ എടുത്ത് ഇവിടേക്ക് ചാമ്പുക. DA തന്നുണ്ട്, ഡിസ്റ്റൻസ് 10/ടൈം. യെസ് ഓർ നോ? DB തന്നുണ്ട് 20/3. Got it, my dear students? ചില ക്വസ്റ്റ്യൻസിൽ ടൈം സെയിം ആയിരിക്കും. ഇവൻ 10 മീറ്ററിന് 5 സെക്കൻഡ്, അവിടെയും 5 സെക്കൻഡ്. അപ്പൊ കുറച്ചുകൂടി ഈസി ആവും. ടിയും ടിബിയും ക്യാൻസൽ ആയി പോകും. അത് രണ്ടും 5 സെക്കൻഡ് ആണ്. അപ്പൊ DA/DB എന്ന് കിട്ടും. Got it, my dear students? So these are very easy questions. നിങ്ങൾക്ക് കോൺസെപ്റ്റ് അറിയുകയാണെങ്കിൽ. ഓക്കെ, മൈ ഡിയർ സ്റ്റുഡൻസ്. ചിലരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഇത് മാത്രം കൂടി ബൈ ഹാർട്ട് ചെയ്തു പോകും. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, റേറ്റിനെ നമുക്ക് ഡിസ്റ്റൻസിന്റെ രീതിയിലും എക്സ്പ്രസ് ചെയ്യാം. ഇനി നമ്പർ ഓഫ് മോൾസിന്റെ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം. NA/TA ഡിവൈഡഡ് ബൈ NB/TB.
Got it, my dear students? അപ്പോൾ ക്വസ്റ്റ്യൻ അനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് മോൾഡ് ചെയ്യാം, my dear students. Okay? Yes or no, my dear champions? Yes or no, my dear students? അപ്പോൾ ഇത് മെമ്മറിയിൽ വെക്കുക. ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. At constant pressure and temperature, rate is inversely proportional to root of molecular mass. Rate is equal to K by root of molecular mass of gas. Okay? എയുടെ K by root of MA എന്ന് കിട്ടും, K by root of MB എന്ന് കിട്ടും ബിയുടെ. രണ്ടിന്റെയും റേഷ്യോ എടുക്കുമ്പോൾ root of MB by MA, that is equal to root of DB by DA. DB എന്താ? D എന്താണ്? Don't get, നിങ്ങൾക്ക് ഇവിടെ ഒരു കൺഫ്യൂഷൻ വരും. This is actually distance, okay? ഈ DB by DA എന്ന് ഉദ്ദേശിക്കുന്നത്, don't get confused. ഇവനെ ഞാൻ ഉദ്ദേശിക്കുന്നത്, this is actually density, okay? അപ്പൊ ഞാൻ എങ്ങനെയാണ് അത് ഇടുക? ഓക്കെ, ഒന്ന് മാറ്റിയിടാം, അല്ലെങ്കിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയി പോകും. ഇവിടെ ഡി ബി ബൈ ഡി എ എന്ന് ഉദ്ദേശിക്കുന്ന ഡെൻസിറ്റി ആണ് മക്കളെ, മറക്കരുത്. ഇവിടെ ഡി ബി ബൈ ഡി എ എന്നുള്ളത് ഡെൻസിറ്റി ആണ് മക്കളെ. ഓക്കെ, ഡി ബി ബൈ ഡി എ എന്നുള്ളത് ഡെൻസിറ്റി ആണ് മക്കളെ. നെവർ ഫർഗെറ്റ് ദാറ്റ്. ഓക്കെ, ഡി ബി ബൈ ഡി എ. ഓക്കെ, ഡി ഇസ് ബേസിക്കലി ഡെൻസിറ്റി. ഡെൻസിറ്റി ആണ് മക്കളെ. ഓക്കെ, അത് മറക്കരുത്. Got it? Yes or no, my dear students? ഇവിടെ ഈ ഡി എന്ന് ഉദ്ദേശിക്കുന്ന ഡിസ്റ്റൻസ് ട്രാവൽഡ് ആണ്. അത് രണ്ടും മറക്കരുത് മക്കളെ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയി പോകും. ഡിസ്റ്റൻസ് ട്രാവൽഡ് ആണ് മക്കളെ. ഓക്കെ, Got it, my dear champions? Fine. Cool. അപ്പൊ അങ്ങനെയാണ് ഗ്രഹാംസ് ലോ ഓഫ് ഡിഫ്യൂഷൻ. അപ്പൊ നിങ്ങൾ വിചാരിക്കും, സാറേ ഇപ്പൊ ഈ കോൺസ്റ്റന്റ് പ്രഷർ എന്ന് സാറ് പറയുന്നുണ്ട്. സാറ് തന്നെ നേരത്തെ പറഞ്ഞു ഇങ്ങനെ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോഴാണ് എഫ്യൂഷൻ നടക്കുന്നത്. അപ്പൊ പ്രഷറായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? പ്രഷറായിട്ട് ബന്ധമുണ്ടല്ലോ. ഇനിയിപ്പോ പ്രഷർ മാറി എന്ന് വിചാരിക്കാം, പ്രഷർ ചേഞ്ച് ആയി എന്ന് വിചാരിക്കാം. രണ്ട് ഗ്യാസിന്റെയും പ്രഷർ, അത് ഗ്യാസ് എയുടെ ഡിഫ്യൂഷൻ നടക്കുന്നുണ്ട്, ഗ്യാസ് ബിയുടെ ഡിഫ്യൂഷൻ നടക്കുന്നുണ്ട്. ഗ്യാസ് എയുടെ പ്രഷറും ഗ്യാസ് ബിയുടെ പ്രഷറും വേറെ ആണെങ്കിലോ റേറ്റിന് മാറ്റം വരുമോ? ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് അങ്ങനെ വരുമ്പോൾ റേറ്റിന്റെ ഇക്വേഷന് ചെറുതായിട്ടൊരു മാറ്റമുണ്ട്. റേറ്റ് ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ പ്രഷർ. റേറ്റ് ഇസ് ആക്ച്വലി മക്കളെ പ്രഷറിന്റെ കാര്യം കൂടി പറയുമ്പോൾ rate is actually directly proportional to pressure, and obviously it is inversely proportional to root of molecular mass. ഇത് നമ്മൾ ഓൾറെഡി കണ്ടു. നിങ്ങൾക്ക് ലോജിക്കലി തന്നെ മനസ്സിലാവും മക്കളെ. അതായത് നമ്മളിപ്പോ എഫ്യൂഷന്റെ കാര്യം പറയുകയാണെങ്കിൽ, നിങ്ങൾ ഇങ്ങനെ ഒരു സംഭവം എടുത്തു. ഓക്കെ, ഇതിലൊരു ഗ്യാസിനെ നിറച്ചു എന്ന് വിചാരിക്കാം. ഓക്കെ, പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ ഈ പ്രഷർ ഞാൻ കൂട്ടുകയാണെങ്കിൽ എന്ത് പറ്റും? ഇതിന്ന് പുറത്ത് ചാടുന്ന ഗ്യാസസിന്റെ സ്പീഡും കൂടില്ലേ, എഫ്യൂഷനും കൂടില്ലേ? നോർമൽ സെൻസ് അല്ലേ മക്കളെ? പ്രഷർ ഞാൻ കൂട്ടുകയാണെങ്കിൽ പുഷ് എന്നും പറഞ്ഞ് പുറത്തോട്ട് ചാടും അല്ലേ? So basically rate is directly proportional to pressure and inversely proportional to root of molecular mass. So rate can be written as it's directly proportional to P by root of molecular mass. Got it, my dear students? Yes or no? So we can write ഈ എക്സ്പ്രഷൻ തന്നെ നമുക്ക് എഴുതാം. For a gas A, this will be equal to K into some constant K into P by root of molecular mass of A. ഇവിടെ P A എന്ന് ഇടാട്ടോ. അതായത് നമ്മൾ ഇങ്ങനെ ഒരു കണ്ടെയ്നർ എടുത്തു, ഗ്യാസ് എയുടെ പ്രഷർ പി എ ആന്ന് വിചാരിക്കുക, മോളിക്കുലർ മാസ് എം എ ആന്ന് വിചാരിക്കുക. എഫ്യൂഷൻ നടക്കുന്നുണ്ട്, ഷുർ എന്നും പറഞ്ഞ് എഫ്യൂഷൻ നടക്കുന്നുണ്ട്. ഗ്യാസ് ബി എടുത്തു, ഗ്യാസ് ബിയുടെ പ്രഷർ പി ബി ആണെന്ന് വിചാരിക്കുക. ഓക്കെ, മോളിക്കുലർ മാസ് എം ബി ആന്ന് വിചാരിക്കുക, അതും നടക്കുന്നുണ്ട്. ഓക്കെ, രണ്ടിന്റെയും റേറ്റ് വിൽ ഡിപ്പെൻഡ് ഓൺ ദ പ്രഷർ ഓൾസോ, മൈ ഡിയർ സ്റ്റുഡൻസ്, അല്ലേ? യെസ് ആണോ? അതാണ് നമ്മളിവിടെ കണ്ടത്. ഇത് കെ ആണ്. ചിലപ്പോൾ ചില കുട്ടികൾ ചോദിക്കും, സാറിന് കെ മാറും, ഒരേപോലെ ഇരിക്കണ്ടല്ലോ എന്ന്. ഓക്കെ, അപ്പൊ ആർ എ ബൈ ആർ ബി എന്താണ്? ആർ എ ബൈ ആർ ബി ഇസ് ഈക്വൽ ടു പി എ ബൈ പി ബി into root of MB by MA. ഇതാണ് equation which includes pressure also. This is the equation which includes pressure also. ഇനി ഇവനും അവനും തമ്മിൽ വലിയ വ്യത്യാസമില്ല. ഇവനും
മറ്റേ ഇക്വേഷനും. അതായത് ഈ പ്രഷർ രണ്ടും സെയിം ആണെങ്കിൽ, പി എയുടെയും പി ബിയുടെയും വാല്യൂ സെയിം ആണെങ്കിൽ ഇത് രണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ 1 എന്ന് കിട്ടും. അങ്ങനെ 1 എന്ന് കിട്ടുമ്പോഴാണ് നമുക്ക് മറ്റവനെ കിട്ടുന്നത്. ആരെയും മറ്റവൻ ഇവനെ കിട്ടുന്നത് റൂട്ട് ഓഫ് എം ബി ബൈ എം എ എന്നുള്ളത്. ഗോട്ട് ഇറ്റ്? പ്രഷർ ഡിഫറെന്റ് ആണെങ്കിൽ ആ പി എയുടെയും പി ബിയുടെയും വാല്യൂ അവിടെ വരും, അത്രേ ഉള്ളൂ. പി എയും പി ബിയും സെയിം ആണെങ്കിൽ, പി എയും പി ബിയും സെയിം ആണെങ്കിൽ ആർ എ ബൈ ആർ ബി റൂട്ട് ഓഫ് എം ബി ബൈ എം എ എന്ന് കിട്ടും. ഗോട്ട് ഇറ്റ് മൈ ഡിയർ സ്റ്റുഡൻസ്? ഫൈൻ, വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഗോട്ട് ഇറ്റ്? യെസ് ഓർ നോ? അപ്പൊ ഇങ്ങനെയാണ് പാലാരിവട്ടം പാലം ഉണ്ടായത്. പാലാരിവട്ടം പാലം അല്ല, ഗ്രഹാംസ് ലോ ഓഫ് എഫ്യൂഷൻ ആൻഡ് ഡിഫ്യൂഷൻ. വളരെ സിമ്പിൾ ആണ് മക്കള്. ഓക്കെ, ഇനി നമുക്ക് പായസം ഉണ്ടാക്കാം. പായസം എന്താണ്? ക്വസ്റ്റ്യൻസ്. ഓക്കെ, ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. പായസം ഉണ്ടാക്കുമ്പോൾ ഒരേ ഒരു റൂൾ എന്താണ്? നിങ്ങൾ പോസ് അടിച്ച് ഉണ്ടാക്കാൻ നോക്കുക. പ്ലീസ് ട്രൈ ടു മേക്ക് ഇറ്റ് ഓൺ യുവർ ഓൺ. ഓക്കെ, മേക്ക് ഇറ്റ് അല്ല, ഡു ഇറ്റ് ഓൺ യുവർ ഓൺ. ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ചെയ്യാൻ നോക്കുക. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Two gases A and B having the same volume diffuse through a porous partition in 20 and 10 seconds respectively. The molecular mass of A is 49 U. Molecular mass of B will be, അതായത് ഡിഫ്യൂഷൻ നടക്കുന്നുണ്ട്. വോളിയം ഓഫ് ഗ്യാസ് A is equal to volume of gas B is equal to V എന്ന് എടുക്കാം നമുക്ക്. ഓക്കെ, വോളിയം ഓഫ് ഗ്യാസ് ഡിഫ്യൂസ്ഡ് സെയിം ആണ്. ഓക്കെ, ടൈം ഓഫ് എ എത്രയാ മക്കളെ? ടൈം ഓഫ് എ എത്രയാ? 20 എന്ന് തന്നിട്ടുണ്ട് അല്ലെ? ആൻഡ് ടൈം ഓഫ് ബി എത്രയാ മക്കളെ? ടൈം ഓഫ് ബി 10 എന്ന് തന്നിട്ടുണ്ട് അല്ലെ? മോളിക്കുലർ മാസ് ഓഫ് എ എത്രയാ? 49 എന്ന് തന്നിട്ടുണ്ട്. മോളിക്കുലർ മാസ് ഓഫ് ബി ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഇനി എന്താ മക്കളെ? വളരെ സിമ്പിൾ. ഇവിടെ പ്രഷർ നിങ്ങൾ സെയിം ആയിട്ട് വെക്കുക കേട്ടോ. പ്രഷർ നിങ്ങൾ സെയിം ആയിട്ട് വെക്കുക. ജസ്റ്റ് കീപ് ദ പ്രഷർ ദ സെയിം. കാരണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പണി കിട്ടും, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ഒന്നും തന്നിട്ടില്ലെങ്കിൽ, പ്രഷറിനെ കുറിച്ച് ഒന്നും തന്നിട്ടില്ലെങ്കിൽ ജസ്റ്റ് കീപ് ദ പ്രഷർ as സെയിം. അപ്പൊ നമുക്കറിയാം റേറ്റ് ഓഫ് എ ഡിവൈഡഡ് ബൈ റേറ്റ് ഓഫ് ബി. Rate of A divided by rate of B is nothing but volume diffused divided by time of A divided by volume diffused divided by time of B. है ना? VA by TA by VB by TB. And that is nothing but V divided by 20 divided by V divided by 10. And that is equal to root of MB by MA. Root of MB by MA. ഇത് നമുക്ക് ഓൾറെഡി അറിയാം മക്കളെ അല്ലെ? VA എന്താ? VB എന്താ? TA എന്താ? 20, TB എന്താ? 10. Okay, that is equal to root of. So that is equal to 10 മേളിലേക്ക് ആകുമ്പോൾ ഇവനെ 1/2 എന്ന് കിട്ടും. That is equal to root of MB by 49 എന്ന് കിട്ടും അല്ലെ? So basically രണ്ടിടത്തും സ്ക്വയർ എടുക്കുമ്പോൾ 1/4 is equal to MB by 49 എന്ന് കിട്ടും. MB is equal to 49/4. MB will be equal to, ഇവനടുത്ത് ഇങ്ങോട്ട് ജാമ്പുക മക്കളെ, 49/4. So basically the answer will be equal to 12.25. അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുക. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, വളരെ സിമ്പിൾ ആണ്. പ്രീ മെഡിക്കൽ, ഓൾ ഇന്ത്യ പ്രീ മെഡിക്കൽ ടെസ്റ്റ് 2011, ഞാൻ 2010 എൻട്രൻസ് ചെയ്തത്. അത് കഴിഞ്ഞിട്ടുള്ള വർഷത്തിലുള്ള, പണ്ട് നീറ്റ് ആയിരുന്നില്ല, AIPMT എന്നായിരുന്നു, ഓൾ ഇന്ത്യ പ്രീ മെഡിക്കൽ ടെസ്റ്റ്. ഓക്കെ ഫൈൻ. Now let's get into the next question. Which of the following gases will have the highest rate of diffusion? Highest rate of diffusion. വളരെ സിമ്പിൾ ആണ് മക്കളെ, എല്ലാവർക്കും അറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. പോസ് അടിക്കുക, സ്വയം ചെയ്യാൻ നോക്കുക. ഓക്കെ, വളരെ സിമ്പിൾ ആണ് മക്കളെ. എന്താണ് ചെയ്യുക? എല്ലാവരും ആലോചിക്കൂ, അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിക്കൂ, എല്ലാവരും ആലോചിക്കൂ എന്താ ചെയ്യുക. വളരെ സിമ്പിൾ ആണ് മക്കളെ, പോസ് അടിച്ചിട്ട് നോക്കുക കേട്ടോ. ഞാൻ ഇവിടെ ചെയ്തു തരാം. യു നോ ദാറ്റ് റേറ്റ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് ഓഫ് മോളിക്കുലർ മാസ് ഓഫ് ഗ്യാസ്. മോളിക്കുലർ മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എത്രയാ? 44. മോളിക്കുലർ മാസ് ഓഫ് നൈട്രജൻ എത്രയാ? 28. മോളിക്കുലർ മാസ് ഓഫ് NH3 എത്രയാ? 17. മോളിക്കുലർ മാസ് ഓഫ് N2 എത്രയാ? 32. മോളിക്കുലർ മാസ് ഏറ്റവും ചെറുതാവുമ്പോൾ റേറ്റ് ഏറ്റവും കൂടുതലാവും. സോ ബേസിക്കലി ദി ആൻസർ ഇസ് NH3.
Got it, my dear students? Answer NH3 ആയിരിക്കും. Highest rate of diffusion ആണ്. Rate is inversely proportional to root of molecular mass. ഈ NH3യുടെ കാര്യം പറഞ്ഞപ്പോഴാണ് വേറൊരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ഉണ്ട്. എല്ലാവരും നോക്കുക, വേറൊരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഞാനത് ഹോംവർക്ക് ആയിട്ട് തരാം. നമുക്ക് imagine you have a pipe like this. Imagine you are making NH3 diffuse through one end and you are making HCl gas diffuse through the other end. രണ്ടും ഗ്യാസ് ആണെന്ന് വിചാരിക്കാം. Okay? Yes or no? Let us say the length of the pipe is 1 meter. Let us say the length of the pipe is 1 meter. Okay? കണ്ടൊരു മുഖം പോലെയില്ലേ? Okay. Let us say that the length of the pipe is 1 meter. Okay? Basically question എത്രേ ഉള്ളൂ? At what point, at what distance from NH3 end does NH4Cl formation takes place first. അതായത് NH3യുടെ ഈ എൻഡിന്ന് at what distance do they meet first? NH4Cl formation എന്ന് വെച്ചാൽ എന്താ? NH3യും HClയും കണ്ടുമുട്ടുമ്പോൾ കണ്ടുമുട്ടുമ്പോഴല്ലേ NH4Cl ഫോർമേഷൻ ഹാപ്പൻ ചെയ്യുന്നത്. ആ ഡിസ്റ്റൻസ് ആണ് ഇവര് ചോദിക്കുന്നത്. ലെറ്റ്സ് സേ ദാറ്റ് ഡിസ്റ്റൻസ് ഇസ് x. ഓക്കെ, അപ്പൊ ഈ ഡിസ്റ്റൻസ് ആണ് ഫ്രം ദി NH3 end, where do they meet first? അതാണ് ചോദിക്കുന്നത്. or where does NH4Cl formation takes place first? വളരെ നല്ലൊരു ചോദ്യമാണ്. ഞാനൊരു ക്ലൂ തരാം. ഡിസ്റ്റൻസ് ട്രാവൽ ബൈ NH3 x ആയിട്ട് എടുക്കുക. ഡിസ്റ്റൻസ് ട്രാവൽ ബൈ HCl എന്തായിരിക്കും? 1 - x ആയിരിക്കും അത്. ഓക്കെ, ടൈം രണ്ടിന്റെയും സെയിം ആയിരിക്കും. ടൈം എന്തായാലും സെയിം ആയിരിക്കും. ഇത് ട്രാവൽ ചെയ്യുന്ന ടൈമും അത് ട്രാവൽ ചെയ്യുന്ന ടൈമും സെയിം ആയിരിക്കും. അപ്പൊ റേറ്റ് ഓഫ് NH3 diffused by rate of HCl diffused is ഒരു ഇക്വേഷൻ കാണുക. അത് ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് മോളിക്കുലർ മാസ് ഓഫ്. ഓക്കെ, ഞാൻ എന്താന്ന് പറഞ്ഞു തരില്ല. ട്രൈ ടു ഡു ഇറ്റ്. കിട്ടിയവർ താഴത്തെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, എല്ലാവരും ഹോംവർക്ക് ആയിട്ട് എടുക്കുക. സോ ദാറ്റ്സ് ഇറ്റ് മൈ ഡിയർ ചാമ്പ്യൻസ്. ഇന്നത്തെ പായസമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി എന്താണ് സാറേ? ഡൗട്ട് ഉള്ളവർ കൈ പൊക്കിയിട്ട് ഒരു കാര്യവുമില്ല. ഡൗട്ട് ഉള്ളവർ ദയവായി കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക മൈ ഡിയർ സ്റ്റുഡൻസ്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും. ഓക്കെ, ഞാൻ നെഞ്ചി തട്ടിയാണ് പറയുന്നത്. വി ആർ ദേർ ടു സെർവ് യു ഗൈസ്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ട ഈ പ്രിപ്പറേഷൻ ജേർണിക്ക് വേണ്ട എന്ത് സഹായം ഞങ്ങൾ തരും. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, അത് വെദർ ഇറ്റ് ബി ഇൻ ദ ടേംസ് ഓഫ് കണ്ടന്റ്, ദ ബെസ്റ്റ് കണ്ടന്റ്, അല്ലെങ്കിൽ വെദർ ഇറ്റ് ബി ഇൻ ദ ടേംസ് ഓഫ് മോട്ടിവേഷൻ, ഡൗട്ട് സോൾവിങ്, എന്തായാലും ഞങ്ങൾ ഉണ്ടാവും മക്കളെ. ആൻഡ് കൺസിഡർ അസ് നോട്ട് ഓൺലി ആസ് യുവർ ടീച്ചേഴ്സ്, ഞങ്ങളുടെ കൂട്ടുകാരായിട്ട് കണ്ടേക്ക്. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്. സോ ഡൗട്ട് ഉണ്ടെങ്കിൽ താഴത്ത് കമന്റ് ചെയ്യാം മൈ ഡിയർ ചാമ്പ്യൻസ്. ദാറ്റ്സ് ഇറ്റ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ദിവനാണ്. ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. ചാനലിനെ കുറിച്ച് എന്ത് അപ്ഡേറ്റ് ഉണ്ടെങ്കിലും ടെലിഗ്രാമിൽ ആദ്യം വരുന്നതായിരിക്കും. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്. സോ ദാറ്റ്സ് ഇറ്റ് മൈ ഡിയർ ചാമ്പ്യൻസ്. ദാറ്റ്സ് ഇറ്റ് ഫോർ ദ ഡേ. I'll see you guys for the next class with വേറൊരു സൂപ്പർ ഡൂപ്പർ ടോപ്പിക് ആയിട്ട്, സ്റ്റേജ് ഓഫ് മാറ്ററിൽ തന്നെ നെക്സ്റ്റ് ടോപ്പിക് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. സോ ടിൽ ദെൻ, love you guys a lot. See you guys. Bye bye. Problems ചെയ്യാൻ മറക്കരുത് മക്കളെ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ. Okay, so I'll see you guys. Bye bye.